ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന പാഠം സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡിയേഴ്സ്, ലെറ്റ്സ് കണ്ടിന്യൂ അവർ ലെസൺ. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയതിന്റെ തുടർച്ചയാണ്. The news of the captive angel spread with great rapidity. After a few hours, the courtyard had a bustle of a marketplace. The couple had to call to troops of disperse the mob. അപ്പൊ ആ ന്യൂസ് ഏതാണ്? ഒരു ഏഞ്ചലിനെ ഇവിടെ കൂട്ടിലിട്ട് തടവിലാക്കി, അല്ലെ, ചിക്കൻ കൂട്ടിലിട്ട് വളർത്തുന്നു എന്നുള്ള വാർത്ത, ആ ക്യാപ്റ്റീവ് ആണ്, ഇംപ്രിസൺഡ് ആണ് ഏഞ്ചൽ എന്നുള്ള ന്യൂസ് സ്പ്രെഡ് ഗ്രേറ്റ് റാപ്പിഡിറ്റി, അതിവേഗം ആ നാട് മുഴുവൻ വ്യാപിച്ചു. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, ദ കോട്ടയാർഡ്, ആ മുറ്റെന്തായി? ബോസ്റ്റിൽ, തിരക്കുള്ള ഒന്നായി മാറി. മാർക്കറ്റ് പ്ലേസ്, എന്തുപോലെ? ഒരു മാർക്കറ്റ് പോലെ, ഒരു ചന്ത പോലെ ആളുകൾ വന്ന് നിറഞ്ഞു. കപ്പിൾ ഹാഡ് ടു കോൾ ദ ട്രൂപ്സ് ടു ഡിസ്പോസ് ദ മോബ്. ആളുകള്, മോബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൗഡ്, ജനക്കൂട്ടം. തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തെ ഡിസ്പോസ് ചെയ്യാൻ, പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസിനെ വരെ വിളിക്കേണ്ടി വന്നു, നമ്മുടെ പെലായിയൊക്കെയും എലിസന്റെക്കും. They got the idea of fencing the yard and charging 5 cents for admission to see the angel. അങ്ങനെ വന്നപ്പോഴാണ് അവർക്കൊരു ഐഡിയ കിട്ടി, ഒരു ആശയം ഉദിച്ചു. അവർ മുറ്റത്തിന് ചുറ്റും ഫെൻസിങ്, ഒരു വേലി കെട്ടി. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ വേലി കെട്ടി. ചാർജ് 5 സെന്റ്. ഏഞ്ചലിനെ കാണാൻ വരുന്നവരുടെ അടുത്ത് നിന്ന് 5 സെന്റ് രൂപ, സെന്റ് എന്ന് പറഞ്ഞ ഒരു നാണയമാണ്, 5 സെന്റ് വീതം എന്ത് ചെയ്തു? ചാർജ് ഈടാക്കി. അങ്ങനെ ഏഞ്ചലിനെ കാണാൻ ടിക്കറ്റ് അവർ നൽകി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഇങ്ങനെ ഒരു ഏഞ്ചൽ ഉണ്ട്, കൂട്ടിലടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ് ഓൺ ദ എർത്ത് കെയിം ടു സെർച്ച് ഫോർ ദർ ഹെൽത്ത്. അപ്പം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. വാലിഡ് എന്ന് പറഞ്ഞ യോഗ്യത, ഇൻവാലിഡ് യോഗ്യത ഇല്ലാത്തവര്, ഭൂമിയിൽ ജീവിക്കാനും യോഗ്യരല്ലാത്ത അസാധുക്കളായിട്ടുള്ള ആളുകള്, ഇല്ലേ? എങ്ങനെയാണ്? അവരുടെ പുവർ ഹെൽത്ത് ഉള്ള ആളുകളൊക്കെ, ആരോഗ്യമില്ലാത്ത ആളുകളൊക്കെ അവര് ഈ ഏഞ്ചലിനെ കാണാൻ വന്നു. കാരണം ഏഞ്ചൽ വന്നതിന് ശേഷം ആ കുട്ടിയുടെ അസുഖമൊക്കെ മാറി, കുട്ടി നല്ല ആരോഗ്യമൊക്കെ കിട്ടി എന്നൊക്കെ വാർത്തകളൊക്കെ കേട്ടപ്പോ ഓരോരോ ആവശ്യങ്ങളുമായിട്ട് ആളുകൾ ഏഞ്ചലിനെ കാണാനെത്തി. പെലായോ ആൻഡ് എലിസെൻഡ were happy with fatigue. In less than a week they had crammed the rooms with money. Still the lines of pilgrims waiting their turn to enter reached beyond the horizon. പെലായോ എലിസെൻഡയും വളരെ ഹാപ്പിയായി. അവര് ഇത്തിരി ഫാറ്റിക്, ഇത്തിരി ടയേർഡ് ആയെങ്കിലും, ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ, ആളുകളെ കൺട്രോൾ ചെയ്യണം, ക്യാഷ് ഒക്കെ വാങ്ങണമെങ്കിലും അവർ ഹാപ്പിയാണ്. കാരണം എന്താ? ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ റൂം വിത്ത് മണി, പണം കൊണ്ട് നിറഞ്ഞു. ക്രാംഡ്, അല്ലെ, കുത്തി നിറച്ചു എന്നാണ്. പല വസ്തുക്കളും കൊണ്ട് കുത്തി നിറച്ചു ക്രാംഡ് എന്ന് പറയാം. ഇവിടെ തിങ്ങി നിറഞ്ഞു, പണം കൊണ്ട് നിറഞ്ഞു. സ്റ്റിൽ ദ ലൈൻസ് ഓഫ് പിൽഗ്രിംസ് വെയിറ്റ്സ്. എന്നാൽ അപ്പോഴും പുറത്ത് പിൽഗ്രിംസ്, തീർത്ഥാടകരുടെ, കാണാൻ വരുന്ന ആളുകളുടെ വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ നീണ്ടു നിവർന്നു കിടന്നു. റീച്ച് ദ ബിയോണ്ട് ദ ഹൊറൈസോൺ, ചക്രവാളത്തിനും അപ്പുറത്തേക്ക് നീണ്ടിരുന്നു ആളുകളുടെ വരികൾ. കണ്ണെത്താത്ത ദൂരത്തോളം ആളുകള് കാത്തു നിന്നു. The angel was only one who took to the part on his own act. He spent his time trying to get comfortable in his borrowed nest. At first, they tried to make him eat some mothballs, but he ate nothing but eggplant mush. The angel, നമ്മുടെ കൂട്ടിലകപ്പെട്ട ആ മാലാഖയുണ്ടല്ലോ, only who took no part of his own act എന്നാണ്. എന്നാൽ ഈ പ്രവൃത്തിയുടെ ഒന്നും ഭാഗമായി അയാൾ മാറിയില്ല. അയാൾ അവിടെ ആ കൂട്ടിനകത്ത് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണ്. ആ ബോറോഡ് നെസ്റ്റ്, ബോറോ എന്ന് പറഞ്ഞാൽ എന്താ? കടം വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ബോറോഡ് നെസ്റ്റ് ആണ്, അല്ലെ? ആരുടെ കൂടാണ്? കോഴികളുടെയാണ്, അല്ലെ? അപ്പൊ കോഴിക്കൂട്ടില് കയറ്റിയിരുത്തിയതാണ് ഇയാളെ. അപ്പൊ തന്റെ കടമെടുത്ത ആ കൂട്ടിനകത്ത് അയാൾ എന്ത് ചെയ്തു? അങ്ങനെ താമസിച്ചു. തുടക്കത്തിൽ they tried to make him eat some mothballs. mothballs എന്ന് പറഞ്ഞാൽ നാഫ്തലീൻ ഗുളികകൾ ഉണ്ടല്ലോ, പാറ്റ ഗുളിക എന്ന് പറയുന്നത്. അപ്പോ ആ നാഫ്തലീൻ ഗുളികകളാണ് ആദ്യമൊക്കെ അവര് അയാൾക്ക് തിന്നാൻ കൊടുത്തത്. ബട്ട് ഹി ate nothing. എന്നാൽ അയാൾ അതൊന്നും കഴിച്ചില്ല.
ബട്ട് എഗ് പ്ലാന്റ് മഷ്. എന്തുമാത്രമാണ് എഗ് പ്ലാന്റ്? എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വഴുതനയാണ് അല്ലെ? അപ്പൊ എഗ് പ്ലാന്റ് കൊണ്ടുണ്ടാക്കിയ, വഴുതന കൊണ്ടുണ്ടാക്കിയ എന്താണ് ഒരു മഷ്, ഒരു ഗ്രോൽസ് എന്ന് പറയാം, ഒരു കഞ്ഞി അല്ലെങ്കിൽ ഒരു സൂപ്പാണ് അയാള് കുടിക്കാൻ തയ്യാറായത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. ഇനി ഇദ്ദേഹം കാഴ്ചയിൽ ഒരു ചിറകൊക്കെ ഉള്ള ഒരു ഏഞ്ചലൊക്കെ ആണെങ്കിലും അയാൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും പവർ ഉണ്ടോ എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അയാളുടെ അടുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വേർച്യൂ, നോബിൾ എന്ന് പറഞ്ഞ ഗുണം എന്ന് പറയുന്നത് അയാളുടെ പേഷ്യൻസ് ആണ്. അത് അയാളുടെ ക്ഷമയാണ്. വളരെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് അയാള്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻ വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. കോഴിക്കൂട്ടിലെ കോഴികള് പെക്ഡ്, അയാളെ വന്ന് കൊത്തുമ്പോഴൊക്കെ അയാൾ എന്ത് ചെയ്യും? ക്ഷമയോടുകൂടി ഇരിക്കും. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഓൺ ഹിസ് വിങ്സ്. അയാളുടെ ചിറകുകളില് പാരസൈറ്റുകൾ, ചെറിയ പരാത ജീവികൾ ഉണ്ടാവും, നമ്മളെ പേനിനെയൊക്കെ പോലെയുള്ള. അപ്പൊ കുഞ്ഞു കുഞ്ഞു പരാത ജീവികളൊക്കെ അയാളുടെ വിങ്സിലുള്ളതൊക്കെ കോഴികൾ വന്ന് എന്ത് ചെയ്യും? കൊത്തി തിന്നും. അങ്ങനെ കൊത്തുമ്പോഴൊക്കെ അയാൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കും. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ when the cripples pulled out his feathers to touch their limbs with. ഈ ചിലപ്പോഴൊക്കെ അയാൾ എങ്ങനെ ക്ഷമ കാണിക്കും? ഈ പുറത്തു നിന്ന് വരുന്ന പിൽഗ്രിംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകള്, അവര് ക്രിപ്പിൾസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അതായത് മുടന്തൊക്കെയുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന്റെ ഫെദർ, തൂവലുകൾ പിടിച്ചു പറക്കും. അങ്ങനെ പിടിച്ചു പറക്കാൻ ശ്രമിക്കുമ്പോഴും അയാൾ ക്ഷമയോടുകൂടി അവരോട് ശകാരിക്കാതെ, ദേഷ്യപ്പെടാതെ ഒക്കെ അയാൾ ഒരു ഭാഗത്തിരിക്കും. ഹി റിമൈൻഡ് പേഷ്യന്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺ അറ്റ് ഹിം. ചില ആളുകള് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെറിയൊക്കെ ചെയ്യും രസത്തിന് വേണ്ടിയിട്ട്. കാരണം കൂട്ടിലകപ്പെട്ട ഒരു മൃഗത്തെ പോലെ ഒരു കൗതുക വസ്തുവായിട്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അവർക്ക് ആസ്വദിക്കാനുള്ള ഒരു വസ്തുവായിട്ട് ചിലപ്പോൾ കല്ലെടുത്തെറിയ, അല്ലെ ചീത്ത വിളിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോഴും ഇയാൾ എന്ത് ചെയ്യും? വളരെ ദയനീയമായിട്ട് ക്ഷമയോടുകൂടി ഇരിക്കും. ആഫ്റ്റർ ആൾ they were only trying to get him to rise so they could see him standing. എന്തിനാ ആളുകൾ കല്ലെടുത്തെറിയണത്? അയാളൊന്ന് എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. എണീറ്റ് നിൽക്കുമ്പോൾ അയാളെ ഫുൾ സൈസ് കാണാലോ, മുഴുവൻ രൂപം കാണാലോ. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അവരിങ്ങനെ എന്ത് ചെയ്യുന്നത്? ഓരോ ദ്രോഹങ്ങൾ ചെയ്യുന്നത്. It so happened that during those days there arrived in the town a traveling show. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഹാപ്പൻഡ്, ആ ഒരു സമയത്ത് ഒരു സംഭവം കൂടി ഉണ്ടായി. ദോസ് ഡേയ്സ്, അക്കാലത്ത് നിന്നുണ്ടായി. there arrived a traveling show. അവരുടെ ഈ പട്ടണത്തില് ഒരു ട്രാവലിംഗ് ഷോ വന്നു. ഇങ്ങനെ നാടുകൾ ചുറ്റി സഞ്ചരിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരു ടീംസ് അവിടെ എത്തി. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ who had been changed into spider by a burst of thunder and lightning. അപ്പൊ പ്രധാനമായും അട്രാക്ഷൻ, ആളുകൾക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സ്പൈഡർ ആയിട്ട് മാറും, ഒരു സ്പൈഡർ വുമൺ ആയിട്ട് മാറുകയാണ്. ഒരു ചിലന്തി സ്ത്രീയായിട്ട് അവർക്ക് മാറാൻ സാധിക്കും. ഒരു ഇടിമിന്നലും അതുപോലെ ഒരു ഇടിമുഴക്കത്തോടു കൂടി അവരെന്തായി? ഒരു ചിലന്തിയായി മാറിയതാണ്. ദ അഡ്മിഷൻ fee to see her was less than the fee to use the angel. മറ്റൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഞ്ചലിനെ കാണാൻ കൊടുക്കേണ്ട അഡ്മിഷൻ ഫീസിനേക്കാൾ വളരെ കുറഞ്ഞ പൈസയെ ഈ സ്ത്രീയെ കാണാൻ ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടായിരുന്നു. സോ ദ പീപ്പിൾ ഫ്ലോക്ഡ് ഇൻ ടു സീ ഹർ. അതോടുകൂടി ആളുകൾ എന്ത് ചെയ്തു? ഫ്ലോക്ഡ് ആയി, അല്ലെ? കൂട്ടത്തോട്. ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് സ്വാംസ്, ഫ്ലൈസ് എന്നൊക്കെയാണ്. ഈച്ചകളുടെ കൂട്ടം, ആടിന്റെ കൂട്ടം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഫ്ലോക്സ് എന്ന് പറയാം. അപ്പൊ ഒരു കൂട്ടം, ഒരു കളക്റ്റീവ് നൗൺ ആണ്. ആളുകള് ഈച്ചകളെ പോലെ എന്ത് ഫ്ലോക്ഡ്, അല്ലെ? ഇരമ്പി കൂട്ടത്തോടു കൂടി അവളെ കാണാൻ പോയി. ഇങ്ങനെയാണ് ആളുകൾ. എവിടെയെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് സംഭവം ഉണ്ട്, എല്ലാവരും കൂടി അവിടെ എത്തും. കുറച്ചു കാലം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ഇവന്റ് വരും. അപ്പൊ ആദ്യമുള്ളതിനൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് പുതിയ ഇവന്റും തേടിപ്പോ. They were also permitted to ask her all manner of questions about her absurd state. ഇനി ഇവിടെ ഒരു സൗകര്യം കൂടി ഉണ്ട്. ആളുകൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു, അനുവാദം ഉണ്ടായിരുന്നു. ടു ആസ്ക്ഡ് ഹർ ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. എന്ത് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഉത്തരവും അവൾ നൽകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രൂപവും കാണാൻ, അവളോട് സംസാരിക്കുകയും ചെയ്യാം. നമ്മുടെ ഏഞ്ചൽ എന്താണ്? ഏഞ്ചലിനോട് എന്ത് ചെയ്താലും ഏഞ്ചൽ അനങ്ങുമില്ല, മിണ്ടുമില്ല. അപ്പൊ ആളുകൾക്ക് കൂടുതൽ താല്പര്യം എന്തായി? ഈ സ്പൈഡർ വുമനെ കാണാൻ പോകുന്നതിലായി. The owners of the house had no reason to lament. With the money they saved, they built a 2-story mansion with balconies and garden. It also had a high netting so that
crabs would not get in during the winter, and iron bars on the windows so that angels would not get in. The owners of the house, നമ്മുടെ വീടിന്റെ ഉടമസ്ഥരുണ്ടല്ലോ, അവർക്കൊരിക്കലും എന്ത് ചെയ്യേണ്ടി വന്നില്ല. നോ റീസൺ ഫോർ ലെമന്റ് ചെയ്യുക, വിലപിക്കുക, കരയുക, പരാതി പറയുക, കംപ്ലൈന്റ് ചെയ്യുക എന്നൊക്കെയാണ്. അയ്യോ ഞങ്ങൾക്ക് ആളുകൾ നഷ്ടമായി, ഞങ്ങൾക്ക് കാശില്ലേ എന്നൊന്നും പറഞ്ഞ് കരയേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. വിത്ത് ദ മണി ദേ സേവ്ഡ്, അവര് ഈ ഒരു ഷോയിലൂടെ അവർ നേടിയെടുത്ത ഏഞ്ചലിനെ വെച്ച് സേവ് ചെയ്ത പണം ഉപയോഗിച്ച് ദേ ബിൽറ്റ് ടു സ്റ്റോറി മാൻഷൻ, ഒരു 2 നിലകളുള്ള ഒരു വലിയ ബംഗ്ലാവ്, ഒരു വീട് അവർ കെട്ടി. അതിന് ബാൽക്കണി ഉണ്ട്, ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് റിച്ചായി മാറി അതുകൊണ്ടാണ്. സോ ആൾസോ ഹാഡ് എ ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ഡ്യൂറിങ് ദ വിന്റർ. അവർക്ക് വിന്റർ സീസണിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ കടലോര പ്രദേശം ആയതുകൊണ്ട് ക്രാബ്സ്, ഞണ്ടുകള് ധാരാളം കൂട്ടത്തോടു കൂടി കയറി വരുന്ന ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അവർക്ക് എന്തില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവര് നെറ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, അതിൽ നിന്ന് സംരക്ഷിച്ചു എന്നുള്ളതാണ്. അതുപോലെ അയൺ ബാർ, ഇരുമ്പിന്റെ ദണ്ടുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, വിൻഡോസ് ഒക്കെ അവര് പ്രൊട്ടക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഏഞ്ചല് അകത്ത് കയറുകയില്ല. ഇവ ഈ ഏഞ്ചലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവര് ഏഞ്ചലിനെ പുറത്ത് ഇങ്ങനെ താമസിപ്പിച്ചു ഒക്കെ ചെയ്തെങ്കിലും ഇവര് ചില സമയത്ത് നോക്കുമ്പോൾ ഏഞ്ചൽ വീടിനകത്ത് ഉണ്ടാവും, ചിലപ്പോൾ ഹാളിൽ ഉണ്ടാവും, ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ സ്റ്റോറിയിൽ. നമ്മൾ മുഴുവനായിട്ടൊന്നും നമുക്ക് ഈ സ്റ്റോറിയിൽ അത് റിവീൽ ചെയ്യുന്നില്ല. പലയിടങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടാവുന്നുണ്ട് ഏഞ്ചലിനെ കൊണ്ട്. ഈ വീട്ടുകാർ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് എന്നൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഏഞ്ചലിന് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ്. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. Elisenda bought some satin pumps with high heels and many dresses of iridescent silk. Pelayo റാബിറ്റ് വാരൻ സെറ്റ് ചെയ്തു. റാബിറ്റ് വാരൻസ് എന്ന് പറയുന്നത് മുയലുകളുടെ മാളങ്ങളെയാണ് റാബിറ്റ് വാരൻസ് പറയുക. അപ്പൊ മുയൽ മാളങ്ങൾ കണക്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാല് മുയലുകളെ വളർത്താവുന്ന ഒരു ഏരിയ ഉണ്ടാക്കി അവിടെ കുറെ എന്താണ് മുയലുകളെയൊക്കെ വളർത്തുകയാണ്. ആൻഡ് ഹി ഗേവ് അപ്പ് ഹിസ് ജോബ്. ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപേക്ഷിച്ചു എന്നാണ്. ഹിസ് ജോബ് ആസ് ബെയിലിഫ് ഫോർ ഗുഡ് എന്നാണ്. ബെയിലിഫ് എന്ന് പറയുന്ന ഒരു ജോലി അയാൾക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ കടൽ പ്രദേശത്ത് ഫിഷിങ് ചെയ്യുന്ന ആളുകളുടെ കൺട്രോൾ ചെയ്യും, അവരെ നികുതി പിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു ബേലിഫ്. 2 തരത്തിലാണ് ബേലിഫിനെ പറയുക. കോടതിയുടെ നിർദ്ദേശങ്ങള് ആളുകളിലേക്ക് എത്തിക്കാനുള്ള, വാറണ്ട് എത്തിക്കാനൊക്കെ ഉള്ള ആളാണ്, നിയമങ്ങളൊക്കെ എത്തിക്കാനുള്ള ആളാണ് ബേലിഫ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയെ കൺട്രോൾ ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്ന ആളാണ് ബേലിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ബേലിഫ് ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അയാൾ എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു. ഇപ്പൊ അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എലിസന്റെ എന്ത് ചെയ്തു, ബോട്ട് സം സാറ്റിൻ പംപ്സ്. എലിസന്റെ ഇപ്പൊ ലുക്കൊക്കെ ഒന്ന് മാറി, പഴയ പാവപ്പെട്ട എലിസന്റെ ഒന്നും അല്ല. സാറ്റിൻ പംപ്സ് വാങ്ങിച്ചെന്ന് പറഞ്ഞതാണ്, നല്ല ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ വാങ്ങി. പിന്നെ മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്ക്. സിൽക്കിന്റെ ഇറിഡിസെന്റിന്റെ മൾട്ടി കളറാണ്, പല നിറത്തിലൊക്കെയുള്ള സിൽക്കിന്റെ ഡ്രസ്സൊക്കെ വാങ്ങി, സിൽക്കിന്റെ ഗൗണൊക്കെ ഇട്ട് വലിയ ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങി എലിസന്റെ. വലിയ സമ്പന്നരായി. The chicken coop was the only thing that did not receive any attention, and the dung heap stench from the coop was turning the new house into an old one. അപ്പൊ ചിക്കൻ കൂപ്പ് മാത്രമാണ് യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ അവിടെ കിടന്നത്. അതിപ്പോഴും ആ പഴയ ചിക്കൻ കൂപ്പ് തന്നെയാണ്. ഇവരുടെ വീടും സംഭവങ്ങളും ജീവിത രീതിയും ഒക്കെ മാറിയെങ്കിലും നമ്മുടെ കോഴിക്കോട് ഇപ്പോഴും ആ പഴയ കോഴിക്കോടായിട്ട് അവിടെ തന്നെ ഉണ്ട്. അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഡങ്ഹീപ്പ് സ്റ്റെൻസ് ഫ്രം ദ കൂപ്പ്. ആ കൂപ്പിൽ ഇങ്ങനെ കോഴിക്കാഷ്ടങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടേ അതിങ്ങനെ അതിന്റെ എന്ത് ചെയ്യും, അതിന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അതവിടെ ഉണ്ട്. ടേണിങ് എ ന്യൂ ഹൗസ് ഇൻ ടു ദ ഓൾഡ് വൺ. അപ്പോ ആ പുതിയ വീടിനെ ആ ഓൾഡ് വൺ ആക്കണം. പഴയ വീടാക്കി മാറ്റുന്നത് ഇപ്പോഴും എന്ത് തന്നെയാണ്, വീട് മാറി, അതിൽ ആളുകളുടെ ജീവിത രീതിയൊക്കെ മാറിയെങ്കിലും പഴയ കോഴിക്കോടും അതിൽ നിന്ന് കോഴിക്കാഷ്ടത്തിന്റെ മണമൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പഴയ അറ്റ്മോസ്ഫിയറിന് ഇപ്പൊ മാറ്റമൊന്നും ഇല്ല എന്നാണ്. At first, when the child learned to walk, they were careful that he did not get too close to the coop. But then they began to lose their fears and got used to
the smell. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. They both came down to the chicken pox at the same time. ഇനി ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് ആദ്യം ദ ചൈൽഡ് ലേൺ ടു വാക്ക്. കുട്ടി, നമ്മൾ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്, അപ്പൊ സമയങ്ങളുടെ കടന്നുപോക്കാണ് നമ്മൾ പറയുന്നത്. ആ കുട്ടി നടക്കാൻ പഠിച്ചു. ദേ കെയർഫുള്ളി ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗോ ടു ക്ലോസ് ടു ദ കൂപ്പ്. അപ്പൊ നമ്മൾ എലിസന്റെ അത് പെലാഗ എന്ത് ചെയ്യുന്നു? ആ കോഴിക്കൂടിന്റെ അടുത്തേക്ക് കുട്ടി പോവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നു. കുട്ടിയോട് ഒരിക്കലും കോഴിക്കൂടിന്റെ അടുത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞു വിലക്കുന്നു. ബട്ട് ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ്, ഗോട്ട് യൂസ് ടു ദി സ്മൈൽ. കാരണം എന്താണ്? ആ കോഴിക്കൂടിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അത്രയും ഡേർട്ടിയാണ്. പിന്നെ ആ ഒരു മനുഷ്യന്റെ, ആ മനുഷ്യനിലേക്കൊന്നും ഇപ്പൊ ആരും അറ്റൻഷൻ വരുന്നില്ല കേട്ടോ. അതിന്റെ ഉള്ളിൽ ആ ഏഞ്ചൽ ഇരിക്കുന്നുണ്ട് ആ കോഴിക്കൂട്ടില്. ആളുകളൊന്നും ഇപ്പൊ കാണാൻ വരുന്നില്ല. ഇവർക്കും വലിയ മതിപ്പൊന്നുമില്ല, അവിടെ തന്നെയാണ്. ദ ചൈൽഡ് ഗോട്ട് ഈസ് സെക്കൻഡ് ടീത്ത്. നമ്മുടെ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വന്ന സമയത്ത് ഹി ഹാഡ് ഗോൺ ടു ദ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ്. ഇവരറിയാതെ എന്ത് ചെയ്തു? നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? ആ ചിക്കൻ കൂപ്പിനകത്തേക്ക് കയറി. എന്തിനു വേണ്ടിയിട്ടാ? അകത്ത് കയറിയിട്ട് കളിക്കാൻ കയറിയതാണ്. അതിനകത്ത് ആരുണ്ട്? നമ്മുടെ ഏഞ്ചൽ ഉണ്ട് അല്ലെ? ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് he would gone inside to the chicken coop to play as the wires were falling out. നമ്മുടെ കുട്ടിക്ക് രണ്ടാമത്തെ ഒരു പല്ല് വരുന്നതിന് മുമ്പേ കുട്ടി എന്ത് ചെയ്തു? നമ്മുടെ ചിക്കൻ കൂപ്പിൽ കയറാനും അങ്ങനെ അതിനകത്തുള്ള ഏഞ്ചലുമായിട്ട് കളിക്കാനും തുടങ്ങി. അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നതോടുകൂടി ആ കോഴിക്കൂടിന് ഉണ്ടായിരുന്ന കമ്പികളൊക്കെ വീണുപോയി എന്ന. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ടൈം. ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നതുകൊണ്ടായിരിക്കും രണ്ടു പേർക്ക് ഒരേ സമയമാണ് എന്ത് വന്നത്? ചിക്കൻ ബോക്സ് വന്നത്. ആർക്ക് വന്നത്? നമ്മുടെ കുട്ടിക്കും വന്നു, അതുപോലെ ഏഞ്ചലിനും ചിക്കൻ ബോക്സ് ഉണ്ടായി എന്നാണ്. The doctor who took care of the child could not resist the temptation to listen to the angel hurt. നമ്മുടെ ഡോക്ടർ വന്നു കുട്ടിയെ നോക്കാനായിട്ട്. ചിക്കൻ ബോക്സ് വന്നു, കുട്ടിയെ കെയർ ചെയ്യാനായി ഡോക്ടർ വന്നു. ഡോക്ടർക്ക് കുഡ് നോട്ട് റെസിസ്റ്റ്, എന്നാൽ ഡോക്ടർക്ക് എന്ത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല? ടെംപ്ടേഷൻ ടു ലിസൺ ഏഞ്ചൽ ഹേർട്ട്. ഈ കുട്ടിയെ നോക്കിയപ്പോ ചിക്കൻ ബോക്സ് ഉള്ള ഏഞ്ചലിനെ നോക്കണമല്ലോ. അപ്പൊ ഏഞ്ചലിനെ നോക്കി. ഏഞ്ചലിനെ നോക്കുമ്പോ ഏഞ്ചലിന്റെ ഹേർട്ടിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങള് കേൾക്കാതിരിക്കാൻ നമ്മുടെ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹേർട്ട്. ഡോക്ടർ നോക്കുമ്പോ എന്തുണ്ട്? നമ്മുടെ ഏഞ്ചലിന്റെ ഹേർട്ടിൽ നിന്ന് ഒരു വിസ്ലിംഗ് സൗണ്ട് ഇങ്ങനെ വരുന്നു, പലതരത്തിലുള്ള വിസ്ലിംഗ് സൗണ്ട്. സോ മെനി സൗണ്ട് ഇൻ ദ കിഡ്നി. കിഡ്നിന്നൊക്കെ സൗണ്ട് വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം അല്ലേ? ഇതാണ് മാജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാർട്ടിന്റെ സൗണ്ട് നമ്മൾ കേട്ടിരുന്നുണ്ട്, പക്ഷെ കിഡ്നിയുടെ സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ടോ? പക്ഷെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഏഞ്ചലിന്റെ കിഡ്നിയുടെ സൗണ്ട് അയാൾക്ക് കേട്ടു എന്നാണ്. വാട്ട് സർപ്രൈസിങ് മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഇതൊന്നുമല്ല ഡോക്ടർ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആക്കിയത് കിഡ്നിയുടെ സൗണ്ട് ഒന്നുമില്ല, പിന്നെ എന്താ? ദ വിങ്സ് ആണ്. ഈ മനുഷ്യന് എങ്ങനെ ഇങ്ങനെ ഒരു ചിറക് വന്നത് എന്നാണ് അയാൾക്ക് അത്ഭുതപ്പെടുത്തിയത്. ദേ സീംഡ് ടു നാച്ചുറൽ ഓൺ ദ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. കാരണം ഈ ചിറക് കെട്ടിവെച്ചതോ തുന്നി പിടിപ്പിച്ചോ ഒന്നുമില്ല. മനുഷ്യന്റെ ഒരു ഓർഗൻസ് പോലെ, നമുക്കൊക്കെ ഉള്ളതുപോലെ, സാധാരണ ഉള്ളതുപോലെയുള്ള ഒരു അവയവം പോലെ തന്നെയാണ്. നാച്ചുറൽ ആയിട്ടാണ് ഈ മനുഷ്യന് പുറത്ത് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു ചിറക് മുളച്ചു നിൽക്കുന്നത് കണ്ടത്. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദം ടു. ഡോക്ടർ ഇങ്ങനെ ചിന്തിച്ചു, മനസ്സിലായില്ല എന്തുകൊണ്ട് മറ്റുള്ളവർക്കും ഇതുപോലെ ചിറകുകൾ ഉണ്ടാവുന്നില്ല. ഇയാൾക്ക് ഇത്ര നാച്ചുറൽ ആയിട്ട് ഒരു ചിറക് ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ചിറകില്ലാത്തത് എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ കുറെ ആലോചിച്ചു. ഒരു ഉത്തരവും കിട്ടിയില്ല. ഡോക്ടർ കുറെ കൺഫ്യൂസ്ഡ് ആയി എന്നാണ് നമ്മോട് പറയുന്നത്. Okay, when the child began school, the sun and the rain had caused the collapse of the chicken coop. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു പോയി. നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? ബിഗാൻ ടു സ്കൂൾ. സ്കൂളിൽ പോവാൻ തുടങ്ങി. അങ്ങനെ മഴയും വെയിലും ഒക്കെ ആയിട്ട് കാലങ്ങൾ കുറെ കടന്നു പോകുന്നതോടുകൂടി ദ ചിക്കൻ കോപ്സ് കൊളാപ്സ്ഡ്. മഴയും വെയിലും ഒക്കെ ആയിട്ട് നമ്മുടെ കോഴിക്കൂട് തകർന്നു വീണു. The angel went dragging himself about here and there like a stray dying man. കോഴിക്കോട് ഇല്ലാതായതോടുകൂടി മഴയും വെയിലൊക്കെ കൊണ്ട് നമ്മൾ ഏഞ്ചല് ഡ്രാഗിങ് ഹിംസെൽഫ് ഇങ്ങനെ നീങ്ങി നിരങ്ങി നടക്കാൻ തുടങ്ങി. എവിടെ? ഹിയർ ആൻഡ് ദർ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിരങ്ങി നടക്കാൻ തുടങ്ങി. ആ മുറ്റത്ത് കൂടെ ഒരു ഡൈയിങ് മാനെ പോലെ ആണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന, തെരുവിൽ കിടക്കുന്ന ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെ എന്നാണ്. He seemed to be so many places at the same time. ഒരേ സമയം ഇദ്ദേഹത്തെ പല സ്ഥലങ്ങളിലൊക്കെ കാണാൻ തുടങ്ങി. ആ വീടിന്റെ പലയിടങ്ങളിലും ഇയാളെ കാണാൻ തുടങ്ങി എന്നാണ് പറയുന്നത്.
He could scarcely eat. His eyes had also become so foggy that he went about bumping into posts. He could scarcely eat എന്ന് പറഞ്ഞാൽ അയാളൊന്നും തിന്നാതായി എന്ന സ്കേഴ്സ്ലി ഇതല്ലേ, ദൗർലഭ്യം എന്ന ദുർബലത എന്നാണ്. അപ്പൊ നത്തിങ് ടു ഈറ്റ്, അയാളൊന്നും ഭക്ഷിക്കാതായി. പിന്നെ ഈ സൈസ് വേർ ബിക്കം ഫോഗി, അയാളുടെ കണ്ണുകൾ ബ്ലിയർ ആയി, മങ്ങി, ഫോഗിയായി, മൂടൽമഞ്ഞ് പറഞ്ഞ പോലെ അയാൾക്കൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായി. കാരണം അയാൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ബംപിങ് ഇൻ ടു പോസ്റ്റ്, ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് തൂണുകളിലൊക്കെ ചെന്ന് ഇങ്ങനെ ഇടിച്ച് വീഴാൻ തുടങ്ങി. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം. ഇയാളുടെ ഈ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയ നമ്മുടെ പെലായോ എന്ത് ചെയ്തു, അയാൾക്ക് ഒരു പുതപ്പിട്ട് കൊടുത്തു. ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അങ്ങനെ അയാളെ വീടിന്റെ ചേർത്തുള്ള ഷെഡില് ഉറങ്ങാൻ അനുവദിച്ചു. അങ്ങനെ ഷെഡിൽ ഒരു പുതപ്പൊക്കെ ഇട്ട് അങ്ങനെ മൂടി പൊതിച്ച് ഉറങ്ങും എന്നുള്ള. only then did they notice that he had a temperature at night. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ദിവസം അയാള് പെലായോ ശ്രദ്ധിച്ചത്, നമ്മുടെ ഏഞ്ചലിൽ നിന്നുണ്ട് ടെമ്പറേച്ചർ നൈറ്റ്, രാത്രി നല്ല പനി കൂടിയിട്ടുണ്ട്, നല്ല ചൂട് കൂടിയിട്ടുണ്ടെന്ന്. they became alarmed for they thought he was going to die. അപ്പൊ അവരാകെ അലാംഡായി അല്ലെ, അവരാകെ ആശങ്കപ്പെട്ടു. കാരണം ഇന്ന് രാത്രി ഒരു പക്ഷെ എന്ത് ചെയ്തു, നമ്മുടെ ഏഞ്ചല് മരിച്ചു പോയേക്കും എന്നുള്ള തോന്നല് അവർക്കുണ്ടായി. And yet he not only survived the worst winter but seemed improved with the first sunny days. എന്നാൽ എന്ത് തോന്നി, നോട്ട് സർവൈവ് ദ വേഴ്സ്റ്റ് വിന്റർ അല്ലെ, ഈ ഒരു മോശമായി ഇനി അടുത്ത് വരുന്ന കഠിനമായ ആ ഒരു വിന്റർ സീസണെ അയാൾ ഒരിക്കലും മറികടക്കില്ല എന്ന് തോന്നി. എന്നാലും അടുത്ത ദിവസം സണ്ണി ഡേ ആയപ്പോ, വെയിലൊക്കെ ഉള്ള ദിവസമായപ്പം തൊട്ടടുത്ത ദിവസം അയാൾ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആയി. ഇന്നലെ കണ്ടതുപോലെ ഒന്നുമല്ല ഇന്ന്. He remained motionless for several days in the farthest corner of the courtyard. ആ വീടിന്റെ മുറ്റത്ത് ഒരു മൂലയില് അയാൾ എന്ത് ചെയ്തു, കുറെ ദിവസം അനങ്ങാതെ ഒരു ഭാഗത്ത് അങ്ങനെ കിടന്നു. At the beginning of the December, some large stiff feathers began to grow on his wings. എന്നാ ഡിസംബർ ആരംഭിച്ചപ്പോ, ഡിസംബർ മാസം തുടങ്ങിയപ്പോ വലിയ നല്ല സ്റ്റിഫായിട്ടുള്ള, നല്ല ഉറപ്പുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഫെദേഴ്സ് അയാളുടെ വിങ്സിൽ എങ്ങനെ മുളയ്ക്കാൻ തുടങ്ങി. പുതിയ തൂവലുകൾ മുളച്ചു തുടങ്ങി അയാളുടെ ചിറകില്. They looked like the feathers of a scarecrow. ഏതുപോലെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്കെയർക്രോ അല്ലേ, സ്കെയർക്രോ എന്ന് പറഞ്ഞാൽ എന്താ, നോക്കുകുത്തിയൊക്കെ ഉണ്ടാക്കില്ല, ഇങ്ങനെ വൈക്കോലൊക്കെ വെച്ചിട്ട് വയലിലൊക്കെ ഇങ്ങനെ ജീവികളെ ഓടിക്കാൻ വേണ്ടി വെക്കുന്ന. അപ്പൊ അതുപോലെയുള്ള അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള വലിയ ചിറകുകള്, തൂവലുകൾ അയാളുടെ ചിറകിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പൊട്ടിമുളച്ചുണ്ടാവാൻ തുടങ്ങി. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ എലിസണ്ട ഗാർഡനില് ഒരു കൂട്ടം ഒനിയൻസ്, നമ്മുടെ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഗാർഡനിൽ നിന്ന് അത് പറിച്ചുകൊണ്ടിരിക്കെ നല്ലൊരു വിൻഡ് കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് നല്ലൊരു കാറ്റ് വന്നു. Then she went into the window, found the angel in his first attempt to flight. അപ്പൊ എന്താ ഈ കാറ്റെന്ന് നോക്കാൻ വേണ്ടി എലിസണ്ട ജനവാലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോ എലിസണ്ട കണ്ട കാഴ്ച എന്താണ്, നമ്മുടെ ഏഞ്ചല് അറ്റംപ്റ്റ് ടു ഫ്ലൈ, പറക്കാനുള്ള ശ്രമം നടത്തുന്നു ചിറക് വീശിക്കൊണ്ട്. These were so clumsy that he was on the point of knocking shed down. He could not get gripped on the air. ആദ്യത്തെ അറ്റംപ്റ്റ് ക്ലംസി ആണ്, വളരെ വീക്കാണ്, ദുർബലമായ പരിശ്രമമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, ചിറക് വീശി ഒന്ന് പറക്കാൻ ശ്രമിച്ചപ്പോ വായുവിൽ അയാൾക്ക് എന്തില്ല, ഗ്രിപ്പ് കിട്ടിയില്ല, പിടുത്തം കിട്ടിയില്ല. ചിറകൊക്കെ വീശി ഒന്ന് ഇങ്ങനെ ചാടി ഒന്ന് വീശി നോക്കി, അങ്ങനെ കുറച്ചു നേരം ഒന്ന് വീശിയിട്ട് താഴോട്ട് തന്നെ വന്നു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഉയരത്തിൽ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ അയാൾക്ക് പറന്നു പൊങ്ങാൻ സാധിക്കുന്നുണ്ട്. എലിസണ്ട ലെറ്റ് ഔട്ട് സൈ ഓഫ് റിലീഫ് ഫോർ herself and for him when she watched him pass over the last house. He was holding himself up in some way with a frisky flapping out the senile vulture. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ. എലിസണ്ട റിലീഫ് എന്ന് പറഞ്ഞ ആശ്വാസം, സൈ എന്ന് പറഞ്ഞ നെടുവീർപ്പ്, ആശ്വാസത്തോടു കൂടി നെടുവീർപ്പിട്ടു. അല്ലെങ്കിൽ എലിസണ്ടയുടെ ഉള്ളിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് പുറത്തു വന്നു. കാരണം എന്താ, അവള് കണ്ടു അയാൾക്കും ആശ്വാസമുള്ളതുപോലെ അവൾക്ക് തോന്നി. കാരണം അവള് കാണുകയാണ് അത് ലാസ്റ്റ് ഹൗസ് അല്ലെ, ഇങ്ങനെ കണ്ണെത്താ ദൂരത്തുള്ള അവസാനത്തെ വീടിന്റെ മുകളിലൂടെ അയാൾ പറന്നുയരുന്നത് അയാൾ കണ്ടു ഉയരങ്ങളിലേക്ക്. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് സം വേ, ഏതൊക്കെയോ എങ്ങനെയൊക്കെയോ അയാൾ എന്ത് ചെയ്യുന്നു, ആകാശത്ത് ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ ചിറകുകൾ വീശി പറന്നു നിൽക്കുന്നുണ്ട്. റിസ്കി ഫ്ലാപ്പിംഗ് ഓൺ ദ
സെനിൽ വൾച്ചർ എന്ന. ഈ സെനിൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള വൾച്ചർ, വൃദ്ധനായ കഴുകൻ എന്നാണ്. അപ്പൊ വൃദ്ധനായ കഴുകനെ പോലെ തന്റെ ചിറകുകൾ എന്ത് ചെയ്തുകൊണ്ട് വീശിക്കൊണ്ട് ആ വീടുകൾക്ക് മുകളിൽ ഉയരങ്ങളിൽ ആകാശത്ത് അയാൾ ഇങ്ങനെ പറന്നു നിൽക്കുന്നത് എലിസന്റെ കണ്ടു. അയാൾ ഇങ്ങനെ പറന്നു ഉയരുന്ന ആകാശത്തിലൂടെ പറന്നു നിൽക്കുന്നത് കണ്ടപ്പോ എലിസന്റെക്ക് നല്ല ആശ്വാസം തോന്നി. അയാൾക്കും. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രോ കട്ടിങ് ഇൻ ദ ഒനിയൻ. അങ്ങനെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി മുറിക്കുന്നതിനിടയിൽ അവള് അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു, ജനവാതിലൂടെ അയാളെ പറക്കുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ സീ ടു ഹിം. അയാളെ നോ ലോങ്ങർ ടു സീ, ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത അത്രയും സമയം വരെ അവള് അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ അയാൾ അകലേക്ക് പറന്ന് പറന്ന് മറയുന്നത് വരെ അങ്ങനെ എലിസണ്ട നോക്കിക്കൊണ്ടിരുന്നു. ഹി വാസ് നോ ലോങ്ങർ എനി അനോയൻസ് ഇൻ ഹർ ലൈഫ്. ഇനി അവളുടെ ലൈഫിൽ ഒരിക്കലും അയാൾ ഒരു അനോയൻസ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ്, ഒരു ശല്യമായി മാറുന്നില്ല. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയാൾ എന്ത് ചെയ്യാണ്, പറന്ന് പറന്ന് അകലെയാണ്. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ റേസൺ ഓഫ് ദ സീ. പകരം അയാൾ എന്ത് ഈ കടലിന് മുകളില് ചക്രവാളത്തില് എന്ത് ചെയ്യുന്നു, ഒരു സാങ്കല്പിക ബിന്ദു പോലെ അയാൾ എന്ത് ചെയ്തു, പറന്നകന്നു എന്നാണ് പറയുന്നത് നമ്മുടെ എഴുത്തുകാരൻ. എന്ന് പറന്ന് ഒരു കടൽ തീരത്താണല്ലോ ജീവിക്കുന്നത്. അപ്പൊ കടൽ തീരത്ത് ഇങ്ങനെ നിന്ന് നോക്കുമ്പോ അങ്ങ് ചക്രവാളത്തിൽ ആകാശത്തിൽ ഒരു ചെറിയ ബിന്ദു പോലെ അയാൾ എന്ത് ചെയ്തു, പറന്ന് അകന്നു. അപ്പൊ അവരുടെ ജീവിതത്തിൽ നിന്ന് ആ മനുഷ്യൻ എന്ത് ചെയ്തു, അങ്ങനെ ചിറകൊക്കെ മുളച്ചു വന്ന് പുതിയ ചിറകുകളൊക്കെ ആയി അയാൾ എന്ത് ചെയ്തു, പറന്നകന്നു എന്നാണ് ഗാഷ്യ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ കഥ ഇങ്ങനെ അവസാനിക്കുമ്പോ നമുക്ക് കുറെ ആശങ്കകളും സംശയങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് ഈ മനുഷ്യനെ കുറിച്ച് ഈ സ്റ്റോറിയിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യനെ ഇങ്ങനെ കൂട്ടിലിട്ടു, അവർക്ക് കുറെ കാശ് കിട്ടി, അല്ലെ, ആ മനുഷ്യനൊന്നും സംസാരിച്ചില്ല, അല്ലെങ്കിൽ അയാൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ എവിടുന്ന് വന്നു, എന്താ അയാളുടെ പേര്, എങ്ങനെ ഇവിടെ എത്തി, എങ്ങോട്ടാ പോകുന്നത്, എന്താണ് അയാളുടെ അവസ്ഥ, ഇതൊന്നും ഈ കഥയിൽ പറഞ്ഞില്ല. അതായത് അതൊക്കെ ഒരു എന്തായിട്ട് മാജിക് ആയിട്ട് അവശേഷിക്കുകയാണ്, സാങ്കല്പികമായിട്ട് അത്ഭുതമായി അവശേഷിക്കുകയാണ്. എന്നാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മോട് പറഞ്ഞു മാജിക്കൽ റിയലിസം എന്നുള്ള തീമിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് എന്താണ്, ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ ആളുകൾ വളരെ അവിശ്വസനീയതയോടു കൂടി നോക്കിക്കാണുകയും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ദുർബലരും നിസ്സഹായരുമായിട്ടുള്ള ആളുകളെ മനുഷ്യരെന്ത് ചെയ്യും, ഇങ്ങനെ മുതലെടുത്ത് അവരെ വെച്ച് എന്ത് ചെയ്യും, കാശുണ്ടാക്കും, അല്ലെ. അങ്ങനെ ആളുകൾക്ക് ഓരോ ദിവസം ഓരോ പുതുമ വേണം. ഇന്ന് കണ്ട് പഴകിച്ച ഒരു വസ്തുത എന്ത് ചെയ്യും, അയാളെ നമ്മുടെ ഈ ഒരു ഏഞ്ചലിനെ കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പഴകി ഒരു വിഷയമായി മാറി. പുതിയ സ്പൈഡറുകൾ വന്നപ്പോ എന്ത് ചെയ്തു, ആളുകൾ അതിനെ കാണാൻ അങ്ങോട്ട് ഓടി, അല്ലെ. അങ്ങനെയാണ് ആളുകൾ. അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങള്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങള്, ഇത്തരം അന്ധവിശ്വാസങ്ങള് മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. അതിനെ മുറുകെ പിടിച്ച് ജീവിച്ച് മുതലെടുത്ത് അത് ഉപയോഗിച്ച്, അന്ധവിശ്വാസം ഉപയോഗിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആശയങ്ങള് ഈ ഒരു മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ ഈ തീമിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വളരെ ഡെപ്ത് ഒക്കെയുള്ള ഒരു കാര്യമാണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന കസ്തുതയിലൂടെ പറയാൻ നമ്മുടെ ഗബ്രിയേൽ ഗാർഷ്യ ശ്രമിച്ചത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ലെസൺ. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ, വാക്കുകളോ അർത്ഥങ്ങളോ കാര്യങ്ങളോ അറിയാത്തതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്, ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും അതുപോലെ ഡിസ്കോഴ്സും പഠിക്കാവുന്നതാണ്. വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.